Download now. CC Learning app. ഹലോ എവരിവൺ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. നമ്മുടെ സ്വപ്ന ജോലിക്കായിട്ട് CC ലേണിംഗ് ആപ്പ് റെഡി ആയിരിക്കുകയാണ്. നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ ഫ്രീ മോക്ക് ടെസ്റ്റുകളുണ്ട്, ക്വിസുകളുണ്ട്. ഈ ക്വിസുകളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ പെർഫോമൻസ് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിനെ പറ്റി പറയുകയാണെങ്കിൽ ഏകദേശം 1000-ഓളം ഉദ്യോഗാർത്ഥികളെ സർവീസിൽ എത്തിച്ച ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കർ എന്ന് പറയുന്നത്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത്, കഴിഞ്ഞ ദിവസം ഈ ശനിയാഴ്ച PSC ഒരു 6 നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. 31/3/2026 ഗസറ്റ് ഡേറ്റിൽ വന്ന നോട്ടിഫിക്കേഷനുകളാണ് കഴിഞ്ഞ ദിവസം പബ്ലിഷ് ചെയ്തേക്കുന്നത്. സോ ഏതൊക്കെയാണ് ആ നോട്ടിഫിക്കേഷൻ, എന്തൊക്കെയാണ് അതിൻ്റെ യോഗ്യതകൾ എന്നൊക്കെ നമുക്ക് നോക്കാം. ഒന്നാമത്തെ നോട്ടിഫിക്കേഷൻ ഏതെന്ന് നോക്കുകയാണെങ്കിൽ കാറ്റഗറി നമ്പർ 13 2026 ആണ്. ഏത് ഫിമ്മിലേക്കാണെന്ന് നോക്കുകയാണെങ്കിൽ ട്രാവൻകൂർ ടൈറ്റാനിയം പ്രൊഡക്ട്സ് ലിമിറ്റഡിലേക്കാണ് ഒരു നോട്ടിഫിക്കേഷൻ വന്നേക്കുന്നത്. പോസ്റ്റ് എന്ന് പറയുന്ന അവിടുത്തെ അസിസ്റ്റന്റ് മാനേജർ, പ്രൊഡക്ഷൻ വിങ്ങിലെ അസിസ്റ്റന്റ് മാനേജർ എന്നുള്ള പോസ്റ്റിലേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നത്. വേക്കൻസി 2 വേക്കൻസി ഉണ്ട്. അത്യാവശ്യം തുടക്കത്തിൽ സാലറി സ്കെയിൽ എന്ന് പറയുന്നത് 20,74 തൊട്ട് 36,140 വരെയാണ് തുടക്കത്തിലുള്ള സ്റ്റാർട്ടിങ്ങിലുള്ള സാലറി സ്കെയിൽ എന്നുള്ളത്. ഓക്കെ, അതോടൊപ്പം ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് കെമിക്കൽ എഞ്ചിനീയറിംഗിനുള്ള BTech ആണ്. അതേപോലെ അഡീഷണൽ പ്രിഫേർഡ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട് MTech ഇൻ കെമിക്കൽ എഞ്ചിനീയറിംഗ്. അതോടൊപ്പം തന്നെ ഒരു PG ഡിപ്ലോമ ഇൻ ബിസിനസ് മാനേജ്മെന്റ്. ഇതൊക്കെയാണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ വരുന്നത്. സോ ഈ യോഗ്യതയുള്ള എല്ലാവരും ഇന്ന് തന്നെ പോയി അപ്ലൈ ചെയ്യുക. അതുപോലെ അടുത്ത നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ മെഡിക്കൽ എഡ്യൂക്കേഷൻ രംഗത്തേക്കാണ്. കാറ്റഗറി നമ്പർ 14/2026 ആണ് ആ ഒരു നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. പോസ്റ്റിന്റെ പേര് അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ജനറൽ സർജറി ആണ് ആ പോസ്റ്റിന്റെ പേര് എന്ന് പറയുന്നത്. ഇതിന്റെ സ്കെയിൽ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല സാലറി സ്കെയിലാണ്. UGC നോംസ് പ്രകാരമാണ്. ഡോക്ടർ അല്ലെങ്കിൽ PG ഉള്ള ആളുകൾക്കാണ് ഇത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക. അതോടൊപ്പം തന്നെ ഇതൊരു NCA റിക്രൂട്ട്മെന്റ് ആണ്. NCA റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ വിശ്വകർമ്മ ആ കമ്മ്യൂണിറ്റി പെട്ടവർക്കുള്ള ഒരു NCA റിക്രൂട്ട്മെന്റ് ആണ്. ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് MS DNB ഇൻ ജനറൽ സർജറി. അതോടൊപ്പം തന്നെ 1 ഇയർ എക്സ്പീരിയൻസും ഈ ഒരു രംഗത്ത് നമുക്ക് ആവശ്യമുണ്ട്. സോ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. കാറ്റഗറി നമ്പർ 14/2026 ആണ് ഇത് പറയുന്നത്. സോ അടുത്ത നോട്ടിഫിക്കേഷനിലേക്ക് പോവുകയാണെങ്കിൽ കാറ്റഗറി നമ്പർ 15/2026 നമ്മുടെ ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ്. നെയിം ഓഫ് ദ പോസ്റ്റ് എന്ന് പറയുന്നത് ഡെന്റൽ ഹൈജീനിസ്റ്റ് ഗ്രേഡ് 2 ആണ് ആ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത്. സാലറി എന്ന് പറയുന്നത് 35,000 to 75,000 ആ ഒരു റേഞ്ചിൽ ആ ഒരു സാലറി ഉണ്ടായിരിക്കും. ഇതുപോലെ തന്നെ ഇതൊരു NCA നോട്ടിഫിക്കേഷൻ ആണ്. ധീവര കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾക്കാണ് ഇത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക. ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 10ാം ക്ലാസ്സും അതോടൊപ്പം തന്നെ പാസ് ഇൻ ഡെന്റൽ ഹൈജീനിസ്റ്റ് കോഴ്സ്, തിരുവനന്തപുരത്ത് നടന്ന ഡെന്റൽ ഹൈജീനിസ്റ്റ് കോഴ്സിൽ ഒരു പാസ് സർട്ടിഫിക്കറ്റുമാണ് ഇതിൽ വേണ്ടതെന്ന് പറയുന്നത്. ഒരൊറ്റ പോസ്റ്റിലേക്കുള്ള നിയമനമാണ്. ധീവര കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു NCA നോട്ടിഫിക്കേഷൻ ആണിത്. സോ നമ്മൾ അടുത്ത നോട്ടിഫിക്കേഷനിലേക്ക് പോവുകയാണ്. ഇതും ഒരു NCA നോട്ടിഫിക്കേഷൻ ആണ്. കാറ്റഗറി നമ്പർ 16/2026 ആണ്. പോസ്റ്റ് എന്ന് പറയുന്നത് ഗാർഡ് എന്ന് പറയുന്ന പോസ്റ്റാണ്. സാലറി സ്കെയിൽ നോക്കുകയാണെങ്കിൽ 16,500 മുതൽ 35,700 വരെ ആ ഒരു സാലറി സ്കെയിൽ ഉണ്ട്. ഇത് ഷെഡ്യൂൾഡ് കാസ്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള റിസർവ്ഡ് ആയിട്ടുള്ള ഒരു പോസ്റ്റാണ്. ഒരൊറ്റ പോസ്റ്റിലേക്കാണ് ഈ നോട്ടിഫിക്കേഷൻ വിളിച്ചേക്കുന്നത്. യോഗ്യതകൾ പറയുകയാണെങ്കിൽ പാസ് ഇൻ സ്റ്റാൻഡേർഡ് 7 ഓർ ഈക്വലന്റ് 7ാം ക്ലാസ് പാസ്സായിരിക്കണം. അതോടൊപ്പം തന്നെ 3 വർഷത്തിൽ കുറയാത്ത എക്സ്പീരിയൻസ് ഉണ്ടാവണം. എവിടെയാണ്? ആംഡ് ഫോഴ്സ്, അതായത് ആർമി, നേവി അല്ലെങ്കിൽ എയർഫോഴ്സിൽ 3 വർഷത്തിൽ കുറയാതെയുള്ള പ്രവൃത്തി പരിചയം നമുക്ക് ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ സൈക്കിൾ അറിഞ്ഞിരിക്കണം. ഹൈറ്റ് വേണ്ടത് 168 സെന്റിമീറ്റർ ആണ് ഏറ്റവും കുറഞ്ഞ ഹൈറ്റ് എന്ന് പറയുന്നത്. അതേപോലെ ചെസ്റ്റ് 81 സെന്റിമീറ്റർ ആണ് ചെസ്റ്റിന്റെ ആ ഒരു അളവ് വേണ്ടത്. എക്സ്പാൻഡ് ആയിട്ടുള്ളത് 86 സെന്റിമീറ്റർ ആണ് ആ ഒരു അളവ് വേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത നോട്ടിഫിക്കേഷനിലേക്ക് പോവുകയാണ്. നോട്ടിഫിക്കേഷൻ വരുന്നത് ഹാൻടെക്സിലാണ് കേട്ടോ. ഹാൻടെക്സ് എന്ന് പറയുന്നത് കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം വീവേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡിലേക്കുള്ള ഒരു NCA നോട്ടിഫിക്കേഷൻ ആണ് വന്നേക്കുന്നത്. പോസ്റ്റ് എന്ന് പറയുന്നത് സെയിൽസ്മാൻ ഗ്രേഡ് 2, സെയിൽസ് വുമൺ ഗ്രേഡ് 2 എന്നുള്ള പോസ്റ്റിലേക്കാണ് നോട്ടിഫിക്കേഷൻ വിളിച്ചേക്കുന്നത്. നമ്മുടെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് 4,600 മുതൽ 7,000 വരെയാണ് അവിടുത്തെ ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ, ബേസിക് ആയിട്ടുള്ള സാലറി എന്ന് വരുന്നത്. ഇതൊരു ഈഴവ, തീയ, ബില്ലവ എന്ന കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു NCA നോട്ടിഫിക്കേഷൻ ആണ്. ഒരൊറ്റ വേക്കൻസിയിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ആണ്. ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് മസ്റ്റ് ഹാവ് 3 years റെഗുലർ സർവീസ് ഇൻ എനി കേഡർ ഇൻ ദ മെമ്പർ സൊസൈറ്റി അഫിലിയേറ്റഡ് ടു ദ കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം വീവേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. അതായത് ആ ഒരു ഹാൻടെക്സിന്റെ ആ ഒരു ഏതെങ്കിലും ഒരു സൊസൈറ്റിയിൽ 3 വർഷത്തെ ഒരു റെഗുലർ സർവീസ് വേണമെന്നാണ് പറയുന്നത്.
അതോടൊപ്പം തന്നെ ഷുഡ് ബി ഇൻ സർവീസ് ഓഫ് ദി മെമ്പർ സൊസൈറ്റി നോട്ട് ഓൺലി ഓൺ ദ ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ ബട്ട് ഓൾസോ ഓൺ ദ ഡേറ്റ് ഓഫ് അപ്പോയിന്റ്മെന്റ് ടു ദി ന്യൂ പോസ്റ്റ് ആൻഡ് പാസ് ഇൻ SLC. അതായത് SLC പാസ്സായിരിക്കണം, അതോടൊപ്പം തന്നെ ഈ ഒരു മേഖലയിലുള്ള പ്രവൃത്തി പരിചയവും കൂടി നമുക്ക് വേണം എന്നാണ് പറയുന്നത്. ഓക്കെ, നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് 18/2026 എന്നുള്ള കാറ്റഗറി നമ്പറിലുള്ള NCA നോട്ടിഫിക്കേഷൻ ആണ്. ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് വേരിയസ് ഗവൺമെന്റ് ഓൺഡ് കമ്പനീസ് കോർപ്പറേഷൻ ബോർഡ്സിലേക്കുള്ള ഒരു നിയമനമാണ്. പോസ്റ്റിന്റെ പേരെന്ന് പറയുന്നത് സെക്യൂരിറ്റി ഗാർഡ് ഗ്രേഡ് 2, വാച്ചർ ഗ്രേഡ് 2 എന്നുള്ള ആ ഒരു പോസ്റ്റിലേക്കാണ് നിയമനം നടത്താനായിട്ട് പോകുന്നത്. സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് സ്കെയിൽ ഓഫ് പേ ആസ് പ്രെസ്ക്രൈബ്ഡ് ഫോർ ദ പോസ്റ്റ് ബൈ ദ കൺസേൺഡ് കമ്പനി കോർപ്പറേഷൻ ബോർഡ്. അതായത് ഏത് കമ്പനിയാണോ അല്ലെങ്കിൽ ഏത് ബോർഡാണോ അത് തീരുമാനിക്കുന്നത് അതിനനുസരിച്ചുള്ള പേ സ്കെയിലായിരിക്കും ഉണ്ടായിരിക്കുക. അതുപോലെ വേക്കൻസി എന്ന് പറയുന്നത് ഷെഡ്യൂൾഡ് കാസ്റ്റ് കൺവേർട്ടഡ് ക്രിസ്ത്യാനിറ്റി ആ ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഒരൊറ്റ വേക്കൻസിയാണ് ഈ ഒരു ഇതിലേക്ക് നമ്മൾ നോട്ടിഫിക്കേഷന് വേണ്ടി നീക്കി വെച്ചേക്കുന്നത്. ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 7ാം ക്ലാസ് പാസ്സായിരിക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇക്വലൻ്റ് ആയിട്ടുള്ള എക്സാം പാസ്സായിരിക്കണം. അതോടൊപ്പം തന്നെ 3 വർഷത്തിൽ കുറയാതെയുള്ള ആംഡ് ഫോഴ്സസിലുള്ള ആ ഒരു പ്രവൃത്തി പരിചയം വേണം. ആർമി ആകാം, നേവി ആകാം, എയർഫോഴ്സ് ആകാം. അതോടൊപ്പം തന്നെ സൈക്കിൾ ചവിട്ടാൻ അറിഞ്ഞിരിക്കണം. ഹൈറ്റ് എന്ന് പറയുന്നത് മിനിമം 168 സെൻറ്റിമീറ്റർ ഹൈറ്റ് വേണം. ചെസ്റ്റ് എന്ന് പറയുന്നത് 81 സെൻറ്റിമീറ്റർ ആണ്. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അത് 86 സെൻറ്റിമീറ്ററിലേക്ക് വരേണ്ടതാണ്. സോ ഇതൊക്കെയാണ് അതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഒരു ജനറൽ PSC ഉദ്യോഗാർത്ഥിനെ സംബന്ധിച്ചോളം അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ഒന്നും അല്ല. സാധാരണ PSC പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ നോട്ടിഫിക്കേഷൻ ഒന്നും അല്ല. സോ നമുക്കൊരു സാധാരണ PSC ഉദ്യോഗാർത്ഥിനെ സംബന്ധിച്ചുള്ള ഒരു നോട്ടിഫിക്കേഷനൊക്കെ വന്നു തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. അതോടൊപ്പം തന്നെ നമുക്ക് മെയ് 23-നാണ് സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ എക്സാം എന്നുള്ളത്. എക്സാമിന് അപ്ലൈ ചെയ്ത എല്ലാവരും കൺഫർമേഷനൊക്കെ കൊടുത്തിട്ട് കാര്യമായിട്ട് തന്നെ പഠിക്കുന്നുണ്ടെന്ന് കരുതുന്നു. സോ എല്ലാവരുടെയും പഠനം മുന്നോട്ട് കൊണ്ടുപോകണം, ഉഷാറാക്കി കൊണ്ടുപോകണം. നമ്മൾ കോമ്പറ്റേറ്റീവ് ക്രാക്കർ സിവിൽ എക്സൈസ് ഓഫീസറിന് വേണ്ടിയുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ബാച്ചൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. സോ ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ 8590202323 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ നമുക്ക് ഫ്രീ ഗ്രൂപ്പ്സ് ഉണ്ട്. ഈ ഫ്രീ ഗ്രൂപ്പ്സ് ജോയിൻ ചെയ്യാനായിട്ട് നമ്മുടെ വീഡിയോയുടെ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. സോ നമുക്ക് ഫ്രീ ഗ്രൂപ്പ്സ് ഒക്കെ ഉണ്ട്. ഈ ഫ്രീ ഗ്രൂപ്പ്സിലൊക്കെ ജോയിൻ ചെയ്യുവാനായിട്ട് നമ്മുടെ വീഡിയോയുടെ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു. താങ്ക് യു.